أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتقطعوا أمرهم بينهم زبرا كل حزب بما لديهم فرحون فذرهم في غمرتهم حتى حين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1117 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 53, 54 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫതഖത്തഉ അംറഹും ബൈനഹും സുബുറാ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ ഫദർഹും ഫീ ഗംറതിഹിം ഹത്താ ഹീൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 53, 54 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളുടെ ഭാഗമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രസ്താവന നമ്മൾ കാണുകയുണ്ടായി. വൈന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ. നിശ്ചയമായിട്ടും നിങ്ങളുടെ ഈ സമുദായം അതൊരൊറ്റ സമുദായമാണ് എന്നാണ് അള്ളാഹുവോടെ പറഞ്ഞു വെക്കുന്നത്. നൂഹ് അലൈഹിസ്സലാം മുതൽ ഈസ അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാരെ വ്യത്യസ്തമായ രീതിയിൽ പരാമർശിച്ചതിന് ശേഷം മുഴുവൻ പ്രവാചകന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ടൊരു കാര്യം ഉണർത്തുകയും ചെയ്ത ശേഷം അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ. നിങ്ങളുടെ ഈ സമുദായം ഒരൊറ്റ സമുദായമാണ് എന്ന കാര്യം. മനുഷ്യോൽപത്തി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിക്കുന്നത് വരെയുള്ള വിവിധ കാലഘട്ടങ്ങളിലായിട്ട് അള്ളാഹു വിവിധ പ്രദേശങ്ങളിലും സമൂഹങ്ങളിലുമായി ഒട്ടേറെ പ്രവാചകന്മാരെ ദൈവിക ദൂതന്മാരായി നിയോഗിച്ചയക്കുകയുണ്ടായി. ആ പ്രവാചകന്മാർ എല്ലാവരും തന്നെ മനുഷ്യ സമൂഹത്തോട് ഉത്ബോധിപ്പിച്ച കാര്യം ഒരേ സംഗതി തന്നെയാണ്. ഈ പ്രപഞ്ച സാകല്യത്തിനായിട്ടൊരു സ്രഷ്ടാവുണ്ട്. മനുഷ്യനെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുന്നതിന് വേണ്ടിയാണ് ഭൂമുഖത്ത് ജീവിക്കാനൊരു അവസരം നൽകപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം ഈ ഭൂമുഖത്ത് വെച്ചുള്ള മരണത്തോടെ അവസാനിക്കുന്നില്ല. മനുഷ്യര് പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ പോകുന്നു. അള്ളാഹു അവന്റെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ അവന്റെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ നിശ്ചയിക്കുന്ന വിധത്തിലുള്ള വിചാരണക്ക് വിധേയമാക്കുന്നു. നരകസ്വർഗങ്ങള് തീരുമാനിക്കപ്പെടുന്നു. തുടങ്ങിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങള് എല്ലാ പ്രവാചകന്മാരും എല്ലാ കാലഘട്ടങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാരൊക്കെയും തന്നെ പ്രതിനിധാനം ചെയ്തത് ഇസ്ലാം എന്ന ദൈവിക വ്യവസ്ഥയെയാണ്. ഇസ്ലാം എന്ന ദൈവികമായി തൃപ്തിപ്പെട്ടു മനുഷ്യനായി അള്ളാഹു നൽകിയിട്ടുള്ള ജീവിത സരണിയെയാണ്. ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത് നിശ്ചയമായിട്ടും ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ. നിശ്ചയമായിട്ടും നിങ്ങളുടെ ഈ സമുദായം അതൊരൊറ്റ സമുദായമാണ്. അതിൽ വിള്ളലിന്റെ വേർപിരിയലിന്റെ ഒരേ ഒരു രീതി, ഒരേ ഒരു സാധ്യത അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നവരും അതിന് കൂട്ടാക്കാതിരിക്കുന്നവരും എന്ന നിലക്കുള്ളത് മാത്രമാണ്. വേറെ വേർതിരിവിന് യാതൊരു സാധ്യതയും അള്ളാഹു നൽകിയിട്ടില്ല. എന്നിട്ട് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ,
എന്ന് പഠിപ്പിച്ചതിന് ശേഷം അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. അതാണ് നിങ്ങളുടെ ഈ ഉമ്മത്ത് ഒരൊറ്റ ഉമ്മത്താണ്, ഒരൊറ്റ സമുദായമാണ് എന്നതിന്റെ തന്നെ അടിത്തറ, അതിന്റെ അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നത് ഞാനാണ് നിങ്ങളുടെ നാഥൻ എന്നതാണ്. അതുകൊണ്ട് എന്റെ കാര്യത്തിലാണ് നിങ്ങൾ കരുതലുള്ളവരാവേണ്ടത്. എന്നോടാണ് നിങ്ങൾ തഖ്വ കാണിക്കേണ്ടത്. എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. എന്നെ സൂക്ഷിച്ചുകൊണ്ടാണ്, എന്റെ നിർദ്ദേശങ്ങളെയും മാർഗദർശനത്തെയും ഒക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടത്. ഇതാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് പറഞ്ഞു വെക്കുകയുണ്ടായത്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് വളരെ സംക്ഷിപ്തമായി, വളരെ ആറ്റിക്കുറുക്കിയ വിധത്തിൽ അള്ളാഹു പറഞ്ഞു തരികയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ. അംറഹും ബൈനഹും സുബുറ. അള്ളാഹു പറയുന്നത്, പക്ഷെ പിന്നീട് ജനങ്ങൾ അവരുടെ ദൈവികമായി പകർന്നു നൽകപ്പെട്ട ആ ജീവിത സരണിയെ, ആ ദീനിനെ അവര് തുണ്ടം തുണ്ടമാക്കി കളഞ്ഞു. ഫതഖത്തഉ, തഖത്ത എന്ന് പറഞ്ഞാൽ മുറിച്ച് കഷ്ണങ്ങളാക്കി എന്നാണ് അർത്ഥം. തഖത്തഉ, അവര് മുറിച്ച് തുണ്ടം തുണ്ടമാക്കി കളഞ്ഞു. അംറഹും, അവരുടെ കാര്യത്തെ എന്ന് പറഞ്ഞാൽ അവര് പിന്തുടർന്നിരുന്ന ആ ജീവിത ദർശനത്തെ അവര് പല വിധത്തിലുള്ള തുണ്ടങ്ങളാക്കി കളഞ്ഞു. എന്നിട്ട് അവർക്കിടയിലുള്ള ഛിദ്രതയിലൂടെ അംറഹും ബൈനഹും, എന്നിട്ട് സുബൂറ, വ്യത്യസ്തങ്ങളായ കഷ്ണങ്ങളായി, കക്ഷികളായി, വിഭാഗങ്ങളായി മാറുന്ന വിധത്തിൽ അവർ ഈ ദീനിനെ മുറിച്ച് തുണ്ടം തുണ്ടമാക്കി കളഞ്ഞു. ഇങ്ങനെയാണ് മനുഷ്യര് അതിനെ കൈകാര്യം ചെയ്തത്. പിന്നീട് ജനങ്ങൾ അവരുടെ ദീനിനെ തങ്ങൾക്കിടയിൽ പല കാരണങ്ങളും അവർ ഉന്നയിക്കും. എന്തായാലും അവർക്കിടയിൽ അത് പല കഷ്ണങ്ങളാക്കി, തുണ്ടങ്ങളാക്കി മാറ്റി. എന്നിട്ട് സംഭവിച്ചത് എന്താണ്? കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ഓരോ സംഘവും, ഓരോ കക്ഷിയും അവർക്ക് എന്താണോ കിട്ടിയിട്ടുള്ളത്, അവരുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ച് വലിയ നിഗളിപ്പിലും ആഹ്ലാദത്തിലുമാണ്. ഇതാണ് അള്ളാഹു പറയുന്നത്. സമഗ്രമായ, അന്യൂനമായ, പൂർണതയുള്ള ദീനിനെ ഈ കക്ഷികളൊന്നും തന്നെ ചുമലേൽക്കുകയുണ്ടായില്ല എന്നതാണ് വസ്തുത. ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതാണ്. തുടർന്ന് കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം, ഓരോ വിഭാഗവും അവരുടെ കയ്യിലുള്ളതിനെ അത് വെച്ചുകൊണ്ട് അവര് ഫരിഹൂൻ, വലിയ ആഹ്ലാദത്തിമർപ്പില് കഴിയുകയാണ് ഉണ്ടായത്. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ പ്രവാചകന്മാർ മുഖേന പഠിപ്പിക്കപ്പെട്ടത് അതെല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ പ്രവാചകന്മാരും മുഖേന പഠിപ്പിക്കപ്പെട്ടതും ഒക്കെ തന്നെയും ഒരൊറ്റ ദീനാണ്. അത് സമഗ്രമാണ്, സമ്പൂർണമാണ്, തികവാർന്നതാണ്, അന്യൂനമാണ്. ആ ജീവിത സരണിയെ പക്ഷേ പിൽക്കാലത്ത് ആളുകള് പല വിഭാഗങ്ങളും കക്ഷികളും ഒക്കെയാക്കി മാറ്റി. എന്നിട്ട് അതിന്റെ പൂർണതയോടെയും തികവോടെയും അതിന്റെ അന്യൂനതയോടെയും സ്വീകരിക്കുകയല്ല അവർ ചെയ്തത്. ഓരോ വിഭാഗവും ഓരോ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ മികച്ചു നിൽക്കുന്നവരും വേറെ ചില കാര്യങ്ങളിൽ വലിയ പോരായികകളും ഉള്ളവര് ആയി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവരുടെ നിലപാടുകളോ ഓരോരുത്തരും തങ്ങളുടെ കയ്യിലുള്ളതാണ് ഏറ്റവും മുന്തിയത് എന്ന നിലക്കുള്ള നിഗളിപ്പിലാണ്. ഈ ഒരു പ്രവണത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുണ്ടായിരുന്ന ദൂതന്മാരുടെ അനുയായികൾക്കിടയിൽ മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലും അങ്ങനെയുള്ള ദുഷ്പ്രവണതകള് ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്ലാമിക സമൂഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം നെടുകെ പിളർന്ന് രണ്ട് മേൽവിലാസങ്ങളിൽ അറിയപ്പെടുന്നതായി മാറിയത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സുന്ന വിഭാഗം എന്ന പേരിൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്നൊക്കെ ലേബൽ ചെയ്യപ്പെടുന്ന വിധത്തില്, അതുപോലെ വേറൊരു വിഭാഗം
ഷിയത്തു അലി എന്ന പേരിൽ ലേബൽ ചെയ്യപ്പെടുന്ന വിധത്തിൽ പലപ്പോഴും അഹ്ലുസുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന അഹ്ലുസുന്ന വൽ ജമാ അല്ലെങ്കിൽ സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം ഏകാധിപതികളുടെയും സ്വേച്ഛാധിപതികളുടെയും കയ്യിൽ ഒരു ചട്ടുകമായി മാറുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. അധികാരം കൈയടക്കുന്നതിന് അധികാരമോഹികളായ ദുർവൃത്തന്മാരായ ആളുകൾ, ദുർവൃത്തന്മാരായ അധികാരമോഹികളായ ആളുകൾ അത് തങ്ങളുടെ സ്വേച്ഛാധിപത്യത്തിനും അതുപോലെ ഏകാധിപത്യത്തിനും ഒക്കെയുള്ള ഒരു മറയായിട്ടും ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടും ഒക്കെ അതിനെ പ്രയോജനപ്പെടുത്തുകയുണ്ടായി. അതിനെതിരിലുള്ള നിലപാട് രൂപീകരിച്ച ആളുകൾ ഷിയത്തു അലി എന്ന പേരിൽ പിൽക്കാലത്ത് ചരിത്രത്തിൽ ആ നിലക്ക് ഒരു വലിയ ഖുർആന്റെയോ സുന്നത്തിന്റെയോ പിൻബലമില്ലാത്ത ദർശനം ഉണ്ടാക്കി കൊണ്ടുവന്ന് മറ്റൊരു നിലക്കുള്ള പാരമ്പര്യ കൈമാറ്റമായിട്ട് അധികാരത്തെയും ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വത്തെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു കുടുംബവാഴ്ചയുടെ മറ്റൊരു സ്വഭാവത്തിലുള്ളതിലേക്ക് വഴുതി വീഴുന്നതും അതുപോലെ പുതിയ പല ഡോക്ട്രിൻസും രൂപപ്പെടുത്തി കൊണ്ടുവരുന്നതും ഒക്കെ അതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ രണ്ട് കക്ഷികളായി മാറി, പിന്നീട് പല കക്ഷികളും ഉണ്ടായി വന്നു. ഇതൊക്കെ തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന്റെ ശേഷം ഇസ്ലാമിക സമൂഹത്തിൽ വന്നിട്ടുള്ളതാണ്. നമ്മുടെ കാലഘട്ടത്തില് നമ്മുടെ ചുറ്റുപാടും ഏകദേശം ഒരു നൂറ്റാണ്ട് കാലമായി ഇസ്ലാമിക സമൂഹം പല സംഘടനകളുടെയും പേരുകളിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ സംഘടനകൾക്കൊക്കെ തന്നെയും അവര് ഇസ്ലാമിനെയാണ് അടിസ്ഥാനമായി കാണുന്നത്, ഖുർആനും സുന്നത്തുമാണ് തങ്ങളുടെ നിധാനങ്ങള് എന്നൊക്കെ പറയുമെങ്കിലും ദീനിനെ ഭാഗികമായിട്ടാണ് ഓരോ വിഭാഗവും സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതിന്റെ പൂർണ്ണതയോടെയും തികവോടെയും ദീനിനെ സ്വീകരിക്കുന്ന, അള്ളാഹു മനുഷ്യരാശിക്ക് നൽകിയ മാർഗദർശനത്തിന്റെ അതിന്റെ പൂർണ്ണതയോടെയും തികവോടെയും സ്വീകരിക്കുന്ന ഒരു കാഴ്ചയല്ല നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നിഗളിപ്പിന് യാതൊരു കുറവുമില്ല. ഞങ്ങളുടെ കയ്യിലുള്ളതാണ് ഏറ്റവും പൂർണ്ണതയുള്ളത് എന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കിതാബിലെ പലതിനെയും മൂടിവെക്കുന്നവരും പലതിനെയും മറച്ചു പിടിക്കുന്നവരും പലതിനെയും അപ്രസക്തവും അപ്രധാനവും ഒക്കെയാണ് എന്ന നിലക്ക് അവതരിപ്പിക്കുന്നവരും ഒക്കെയായിട്ട് മാറുകയാണ് ഇങ്ങനെയുള്ള സംഘങ്ങളും വിഭാഗങ്ങളും ഒക്കെ. യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ വെളിച്ചം നിറക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പൂർണ്ണതയും തികവുമുള്ള ദർശനം അള്ളാഹുവിന്റെ കിതാബിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും അതേക്കുറിച്ച് ആഴത്തില് വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യ സമൂഹങ്ങള്, മനുഷ്യര് പൊതുവായി കക്ഷിത്വത്തിന്റെ സ്വഭാവത്തിലേക്കും രീതിയിലേക്കും ഒക്കെ പോകുമ്പോൾ സ്വാഭാവികമായും വന്നു ചേരുന്ന ഒരു സംഗതി, അവര് കണ്ടതും കേട്ടതും പരിചയിച്ചതുമായതിന്റെ ആളുകളായിട്ട് അവർ മാറുന്നു, ബാക്കിയുള്ളതിന്റെ ശത്രുക്കളായി അവർ പെരുമാറുന്നു എന്നതാണ് അതുകൊണ്ടുണ്ടാവുന്ന ഫലം. ഈ ഒരു പരിണിതി പൂർവിക സമൂഹങ്ങളിൽ വന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ അല്ലാഹു പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് യഥാർത്ഥത്തിൽ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഒരേ സന്ദേശവും ദർശനവും ഒക്കെയാണെങ്കിലും ഓരോ പ്രവാചകന്റെ കാലശേഷവും അവരെ പിൻപറ്റിയവർ എന്ന മേൽവിലാസത്തിൽ അറിയപ്പെട്ടവർ വേറെ തന്നെ ഒരു മതമായിട്ട് രൂപപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈസ അലൈഹിസ്സലാം ഒരിക്കലും തന്നെ ക്രൈസ്തവത അല്ലെങ്കിൽ ക്രിസ്തു മതം പഠിപ്പിച്ചിട്ടില്ല. മൂസ അലൈഹിസ്സലാം ഒരിക്കലും തന്നെ യഹൂദ മതം പഠിപ്പിച്ചിട്ടില്ല.
പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ പ്രവാചകന്മാരും ഇസ്ലാമാണ്. അതിനെ പൂർണ്ണമായി വിസ്മൃതിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് പിന്നീട് കക്ഷിത്വത്തിന്റെ മേൽവിലാസങ്ങളിലാണ് ഈ വിഭാഗങ്ങളൊക്കെയും തന്നെ അറിയപ്പെടുകയുണ്ടായത്. ലോകത്തിന് നമുക്ക് പഠനവിധേയമാക്കാൻ പറ്റുന്ന മിക്കവാറും എല്ലാ മതരൂപങ്ങളും എല്ലാ മതവിഭാഗങ്ങളും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ബന്ധപ്പെടുത്തിക്കൊണ്ടോ ഒക്കെ രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. പക്ഷെ ഒക്കെയും തന്നെ കേന്ദ്ര ആശയം പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ എന്തായിരുന്നു പഠിപ്പിച്ചിരുന്നത് എന്നതിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു പോകുമ്പോൾ അത് ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സമഗ്രമായ ദീനല്ലാത്ത മറ്റൊന്നുമായിരുന്നില്ല അവയുടെയൊക്കെ അടിത്തറ എന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളല്ല ഈ പൂർവിക പ്രവാചകന്മാരാരും തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ പിന്നിട്ട കാലങ്ങളിൽ വിവിധ നാടുകളിലും കാലഘട്ടങ്ങളിലുമായിട്ട് അള്ളാഹുവിന്റെ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന എല്ലാ ദൂതന്മാരും അവരെയൊക്കെ തന്നെ കോർത്തിണക്കാൻ കഴിയുന്ന സമഗ്രമായി അവരെയൊക്കെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മളൊരു ശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമ്പൂർണതയും തികവുമുള്ള ജീവിത ദർശനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അമ്രഹും ബൈനഹും സുബുറ. അപ്പൊ ഈ ദൂതന്മാരൊക്കെ നിയോഗിച്ച് അയക്കപ്പെട്ടതിന് ശേഷം നമ്മളിവിടെ കണ്ടല്ലോ, യാ അയ്യുഹർ റുസുലു, പൊതുവായിട്ട് അള്ളാഹു എല്ലാ പ്രവാചകന്മാരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുകയുണ്ടായല്ലോ, കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലൂ സ്വാലിഹ ഇന്നി ബിമാ തഅമലൂന അലീം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക, നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ ഞാൻ അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹു അവരെ അറിയിച്ചിട്ടുള്ളത്. അതിനെ തുടർന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നത്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഒരു പ്രവാചകനും വ്യത്യസ്തമായ ഒരു ആദർശമോ ഒരു ദർശനമോ അല്ല പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും ആദർശപരമായ ബാന്ധവത്തിലാണ്. ആരെയും മാറ്റി നിർത്താൻ കഴിയുന്ന വിധത്തിലല്ല, ആരും ഈ വൃത്തത്തിന് പുറത്താണ് എന്ന് കാണാൻ കഴിയുന്ന വിധത്തിൽ വ്യത്യാസപ്പെട്ട ആശയമോ ദർശനമോ അല്ല പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ജനങ്ങൾ അതിനെ തുണ്ടം തുണ്ടമാക്കി കളഞ്ഞു. പല കക്ഷികളായിട്ട് അവർ സ്വയം മേൽവിലാസം സ്വീകരിച്ചുകൊണ്ട് അവർ പല വിഭാഗങ്ങളായി തീരുകയും ചെയ്തു. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. എന്നിട്ട് അതിന്റെ ഏറ്റവും ദയനീയമായ ഒരു കാഴ്ച, ഓരോരുത്തരുടെയും കയ്യിലുള്ള ഭാഗികമായ ദീനിനെ അവര് തികവാർന്നതാണ് എന്ന നിലക്ക് അതിൽ നിഗളിപ്പോടെ ആഹ്ലാദം കാണിക്കുന്ന വിധത്തിൽ അവര് മുന്നോട്ട് പോകുന്നു. ആരും പരിശോധിക്കാൻ കൂട്ടാക്കുന്നില്ല. തങ്ങളുടെ കയ്യിലുള്ളതിന് വല്ല കുഴപ്പമുണ്ടോ, വല്ല ന്യൂനതയും ഉണ്ടോ, അതിന് വല്ല പിഴവും സംഭവിച്ചോ, അല്ലെങ്കിൽ വല്ല പോരായികയും ഉണ്ടായോ എന്നതൊന്നും. വ്യതിചലനം പല ഘട്ടങ്ങളിലും പലരും നടത്തിയിട്ടുണ്ടാകും. അത് പരിശോധിച്ച് മനസ്സിലാക്കാതെ അള്ളാഹുവിന്റെ ദർശനത്തിന്റെ, അള്ളാഹു പഠിപ്പിച്ച ജീവിത സരണിയുടെ പൂർണ്ണതയോടെ അതിനെ ഉൾക്കൊള്ളുന്നതിന് പകരം അങ്ങനെയാണ് ചില കാലഘട്ടങ്ങളില് ആഫ്രിക്കയിലെ ചില നാടുകളില് ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് വെള്ളിയാഴ്ച ജുമഅക്ക് ആവശ്യമായ ആളുകള് ഒത്തുചേർന്ന് കിട്ടാത്തൊരു അവസ്ഥയിലായിരിക്കണം ജുമഅ ഖുത്ബയും 2 റക്അത്ത് ജുമഅ നമസ്കാരവും നിർവഹിച്ചതിന് ശേഷം പിന്നെ 4 റക്അത്ത് ളുഹർ വേറെയും നിസ്കരിക്കുന്ന ഒരു സമ്പ്രദായം അവിടെ ഉടലെടുത്തത്. പല പ്രദേശങ്ങളിലും ഇപ്പോഴും ആ ശീലം തുടരുന്നു. ളുഹർ നമസ്കാരം ജുമഅക്ക് ശേഷം വീണ്ടും നിസ്കരിക്കുന്ന രീതി. ഇത് ഏതോ ഒരു ഘട്ടത്തില് താൽക്കാലികമായ ഒരു സംവിധാനമായിട്ട് ഉള്ള ആളുകളെ വെച്ച് ഒരു ജുമഅ നടത്തി പിന്നെ ഫിഖ്ഹിന്റെ ചില കണിശതകൾ പാലിക്കുന്നതിന് വേണ്ടി അത് ജുമഅക്ക് വേണ്ട ആളുകളുടെ എണ്ണം തികഞ്ഞിട്ടില്ലല്ലോ
എന്ന ഒരു ഇഷ്കാല് പരിഹരിക്കുന്നതിന് വേണ്ടി ളുഹർ നിസ്കരിക്കുന്ന ഒരു ശീലം ആരെങ്കിലും തുടങ്ങിയതാവണം. അത് പിൽക്കാലത്തൊരു ചിട്ടയായി ഒരു വ്യവസ്ഥയായി അങ്ങനെ പോകും. വേറെ ചില നാടുകളില് മൃതദേഹത്തെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഖബറടക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന വേളയില് മരിച്ച ഇടങ്ങളിലും മയ്യത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ ആർത്തു കരയുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്ന നാടുകളിലായിരിക്കണം പലപ്പോഴും അതില്ലാതാക്കാൻ വേണ്ടി അതിന് പരിഹാരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് പോകുന്ന ഒരു രീതി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതിപ്പോഴും ചില പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ തുടരുന്നു. മൗനമായിട്ട് മൃതദേഹത്തെ കൊണ്ടുപോകുന്ന മയ്യത്തിനെ കൊണ്ടുപോകുന്ന രീതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില് കാണാൻ പറ്റുന്നത്. ഞാനതൊരു വലിയ ഭീകരമായ ഒരു സംഗതിയായിട്ട് അവതരിപ്പിക്കുകയല്ല. ആളുകൾ ബഹളം ഉണ്ടാക്കുന്നതിനേക്കാളും ആർത്തു വിളിച്ച് കരയുന്നതിനേക്കാളും ഒക്കെ ഇന്നും നല്ലതായിട്ട് തോന്നുക അങ്ങനെ വളരെ പതിയ സ്വരത്തിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് പോകുന്നത് തന്നെ ആയിരിക്കണം. പക്ഷെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയൊന്നുമല്ല. അപ്പൊ വ്യതിചലനത്തിന് ചെറിയ ചെറിയ കാരണങ്ങളിലൂടെയാണ് അവസരങ്ങൾ ഉണ്ടായി വരിക. പിന്നീട് അത് ഒരു വലിയ പിളർപ്പോ അഭിപ്രായ ഭിന്നതയോ ഒക്കെയായി മാറുകയും കക്ഷിത്വത്തിന്റെ പേരില് നിഗളിപ്പ് കാണിക്കുന്ന ആളുകളുടെ കൈകളില് അത് വേറെ തന്നെ മതമായിട്ടൊക്കെ മാറുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അല്ലാഹു ഈ ചരിത്രപരമായ സംഭവ വികാസങ്ങളെയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഫതഖത്തഉ അംറഹും ബൈനഹും സുബുറ. അങ്ങനെ അവരുടെ ഈ ദീൻ, അവരുടെ ഇക്കാര്യം അവർക്കിടയിൽ വലിയ വിധത്തില് ഛിദ്രത ഉണ്ടാക്കുന്ന കാര്യമാക്കി മാറ്റി. അവരതിനെ തുണ്ടം തുണ്ടമാക്കി മാറ്റി. അവരുടെ ദീനിനെ ഒരൊറ്റ എൻറ്റിറ്റി ആയിരുന്ന ദീനിനെ അവര് പല കഷ്ണങ്ങളാക്കി മാറ്റി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. എന്നിട്ട് ഓരോ സംഘവും ഓരോ കക്ഷിയും അവരുടെ കയ്യിലുള്ളതിന്റെ പേരിൽ വലിയ ആഹ്ലാദ തിമർപ്പിലാണ്. എന്നാൽ ആരുടെയെങ്കിലും കയ്യിൽ അത് മുഴുവനായിട്ടുണ്ടോ? മുഴുവനായിട്ട് അതിനെ സ്വീകരിക്കാനും ശിരസിലേറ്റാനും ഒന്നും ആരുമില്ല. അതാണ് ചിത്രം. ഫദർഹും ഫീ ഗംറതിഹിം ഹത്താ ഹീൻ. എന്നിട്ട് അള്ളാഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു നിർദ്ദേശമായിട്ട്, ഫദർഹും, പ്രവാചകരെ അവരെ വിട്ടേക്കുക, ഫീ ഗംറതിഹിം, അവരുടെ ഈ അശ്രദ്ധയിലും അവിദ്യയിലും ആശയക്കുഴപ്പത്തിലും അവരങ്ങ് വിട്ടേക്കുക. പറഞ്ഞാൽ മനസ്സിലാകാത്ത ആളുകളോട് അവർക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ സന്നദ്ധതയില്ലാത്ത വിധത്തിൽ പ്രതികരിക്കുമ്പോൾ പിന്നെ അവരെ അങ്ങ് വിട്ടേക്കുക എന്നതേ പറ്റുന്ന ഒരു പരിപാടിയുള്ളൂ. ഫദർഹും ഫീ ഗംറതിഹിം, അവരുടെ ആ അശ്രദ്ധയില്, അവരുടെ ആ ആശയക്കുഴപ്പത്തില്, അവരുടെ ആ ബുദ്ധിശൂന്യതയില് അവരെ വിട്ടേക്ക്. ഹത്താ ഹീൻ, ഒരു അവധി വരേക്ക് അള്ളാഹു അവർക്ക് അവസരം നൽകിയിട്ടുണ്ട്. അവര് വാശി പിടിച്ചുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അത്തരം സംഗതികളിൽ മുഴുകിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ, താങ്കൾക്ക് ചെവിക്കൊടുക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവരെ വിട്ടേക്ക്. അവരിതൊക്കെ തിരിച്ചറിയും. അവരിതൊക്കെയും ബോധ്യപ്പെടുന്ന ഒരു അവസരം വരാനിരിക്കുന്നു. അതുവരെ അവരെ വിട്ടേക്ക് എന്ന് പറഞ്ഞ തീർച്ചയായിട്ടും സത്യം അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു നാള് വരാനിരിക്കുന്നുണ്ട്. അതുവരെ അവർ ആശയക്കുഴപ്പത്തിൽ തുടരുക തന്നെ ചെയ്യും. എത്ര തന്നെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും, എത്ര തന്നെ തെളിവുകൾ ഹാജരാക്കിയാലും, എത്ര തന്നെ പിൻബലമുള്ള ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിലും അവരാരും അത് സ്വീകരിക്കാൻ കൂട്ടാക്കിക്കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ള തർക്കത്തിലും നിഗളിപ്പിലുമാണ് അവർ കഴിയുന്നതെങ്കിൽ ആ അവധി എത്തുന്നത് വരേക്ക് അവരെ അങ്ങ് വിട്ടേക്കും. അവരുടെ ആശയക്കുഴപ്പത്തിലും അവരുടെ അന്ധതയിലും അവരുടെ അജ്ഞതയിലും ഒക്കെ ആയിട്ട് അവര് കഴിയട്ടെ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്. പ്രബോധന ദൗത്യം നിർവഹിക്കുന്നത് അവസാനിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമല്ല ഇത്. ഈ ആളുകളുടെ പ്രതികരണം അത്ര കണ്ട്
ബുദ്ധിശൂന്യമായതായി, അതുപോലെ ഷാഢ്യവും വാശിയും തർക്ക പ്രകൃതവും കാണിച്ചുകൊണ്ടുള്ളതായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ അവരോട് തർക്കത്തിൽ ഏർപ്പെടേണ്ടതില്ല. കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി അവരെ അവരെ പാട്ടിന് വിട്ടേക്കും. അവർക്കും അള്ളാഹു ഒരു അജല് വെച്ചിട്ടുണ്ട്, ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം എത്തിച്ചേരുമ്പോ തീർച്ചയായിട്ടും അവര് ഹഖ് എന്താണെന്ന് ബോധ്യപ്പെടുന്നവരായി മാറും. അത് അവർക്ക് പ്രയോജനപ്പെടുമോ ഇല്ലേ എന്നത് വേറൊരു വിഷയം. പക്ഷെ അവര് ആശയപരമായി, ആദർശപരമായി വിജയിക്കാനോ മുന്നേറാനോ പോകുന്നില്ല. പ്രവാചകരെ താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന ആദർശം അതാണ് സത്യം എന്നത് അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു നാൾ, ഒരു സന്ദർഭം, ഒരു നിമിഷം വന്നു ചേരും. തീർച്ചയായിട്ടും അവർക്കത് പ്രയോജനപ്പെട്ടോളുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും അവർക്കത് ബോധ്യപ്പെടുന്ന ഒരു സമയം വരും. ആ സമയം വരെ അവരെ അവരുടെ അജ്ഞതയിൽ, അവരുടെ ഈ അന്ധതയിൽ, അവരുടെ ഈ ദുർവാശിയിൽ, അവരുടെ ഈ ആശയക്കുഴപ്പത്തിൽ താങ്കൾ അവരെ വിട്ടേക്കും. ഇതാണ് നബിസ്വല്ലല്ലാഹു അള്ളാഹു നിർദ്ദേശിക്കുന്നത്. പൂർവിക പ്രവാചകന്മാരുടെ, അതുപോലെ പൂർവിക സമൂഹങ്ങളുടെ അനുഭവങ്ങളും അവര് സ്വീകരിച്ച നിലപാടുകളും ഒക്കെ തന്നെ ഇവിടെ വളരെ സംക്ഷിപ്തമായിട്ട് പരാമർശിച്ചിരിക്കുകയാണ് അള്ളാഹു. അത് തീർച്ചയായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ അവസ്ഥ എത്ര പരിങ്ങലിലായതാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ മൂസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളായിട്ട് രംഗത്ത് വന്നിരുന്നവർ എത്ര കണ്ട് വ്യതിചലനത്തിന്റെ ആളുകളായി വഴിതെറ്റിപ്പോയി എന്നത്, മഹാനായ പ്രവാചകൻ ഈസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നവരുടെ പിന്മുറക്കാർ എത്ര വഴിപിഴച്ചു പോയി എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്ന പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്മുറക്കാരായി വരുന്ന സമൂഹത്തിന്റെ കാര്യത്തിലും ഈ ആയാത്തുകളിൽ ചില ഗുണപാഠങ്ങളുണ്ട്, ചില താക്കീതുകൾ അടങ്ങിയിട്ടുണ്ട്. ആരും തന്നെ തങ്ങളുടെ കയ്യിലുള്ള ഭാഗികമായ ദീനിനെ വാശിയോടുകൂടി തലയിലേറ്റി നടക്കുകയല്ല വേണ്ടത്. മറിച്ച് അള്ളാഹു പ്രവാചകന്മാരും മുഖേന കാലങ്ങളിലൂടെ പല കാലഘട്ടങ്ങളിലായി അവതരിപ്പിച്ചിട്ടുള്ള ദീനിന്റെ സമഗ്രതയോടുകൂടി അതിനെ സ്വീകരിക്കുകയും അതിനെ ജീവിത ദർശനമായി പ്രയോഗത്തിൽ കൊണ്ടുവരികയുമാണ് വേണ്ടത്. മറിച്ച് തങ്ങൾക്ക് കിട്ടിയ ഒരു തുണ്ട് എല്ലാം തികഞ്ഞതാണ് എന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോവുകയല്ല. അത് മൗഢ്യമാണ്, അത് ഗംറത്താണ്. കണ്ണു തുറക്കേണ്ടി വരുന്ന ഒരു നാളിൽ അത് നമുക്ക് വലിയ നിരാശയും പരാജയബോധവും സൃഷ്ടിക്കും എന്ന ഒരു താക്കീത് കൂടി ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 53, 54 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.